ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ കയ്യിലുള്ള ബുള്ളറ്റ് പണയം വെച്ച് വീടിന് അഡ്വാൻസും കൊടുത്തു, വീട്ടുപകരണങ്ങളും വാങ്ങി. ഇതിൽ തീരുന്നില്ല. ബാക്കിയിരിക്കുന്ന കാശും കൂടി തീരുമ്പോ മുന്നോട്ടുള്ള പോക്ക് ഒരു ചോദ്യചിഹ്നാവും. സ്ഥിരം പോകാറുള്ള സ്ഥലങ്ങളും റൂട്ടുകളും ഞാൻ ഫോണിലേക്ക് അയച്ചു തരാം. സാർ, ഇവന്റെ മരണവാർത്ത നിമിഷങ്ങൾക്കകം സാർ അറിയും. ശത്രുവിനെ നിസാറിനായി കാണുന്നവനാണ് നിരഞ്ജൻ. തോറ്റ് പിന്തിരിയരുത്. അവൻ കാടിറങ്ങിയ പുലിയാ. തന്ത്രവും ശക്തിയുമുള്ളവൻ. ആദ്യത്തെ അടിക്ക് വീഴ്ത്തിയിരിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു സാർ. സമയം അധികമില്ല. നാളെ പരോള് തീരും. ക്യാഷ് പൂർണ്ണമായിട്ട് അക്കൗണ്ടിൽ ഇട്ടിട്ട് സാറ് വീട്ടിലേക്ക് വിട്ടോ. പറഞ്ഞ ക്യാഷൊക്കെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. അത് ഉറപ്പുവരുത്തിയിട്ട് പണി തുടങ്ങിക്കോ. ശരി സാർ. സുചിത്രയാണല്ലോ. ഹലോ, പറയടി. രാത്രിയായിട്ടും കാണാത്തതുകൊണ്ട് വിളിച്ചതാ. എന്താ വൈകുന്നത്? വീട് പണിക്കുള്ള സിമെന്റും കമ്പിയൊക്കെ ഇന്ന് ഇറക്കും. കോൺട്രാക്ടർ കൊണ്ട് ഇറക്കുന്ന സാധനങ്ങളല്ലേ. സിമെന്റും കമ്പിയൊക്കെ നല്ലതാണോന്ന് നോക്കണ്ടേ? ഞാൻ പോയില്ലെങ്കിൽ അവര് പറ്റിക്കും. ലോഡ് ഇറക്കിയ ശേഷം ഞാൻ വരാം. നല്ല തുമ്മലുണ്ടല്ലോ. നാട് മുഴുവൻ പനിയാ. ഈ തുമ്മലും വെച്ച് സിമെന്റിന്റെ പൊടിയും കൂടി അടിച്ചാ ആകെ വഷളായി പോവും. പ്രകാശേട്ടൻ ഇങ്ങ് പോരെ. അവര് സിമെന്റും കമ്പിയൊക്കെ ഇറക്കിയിട്ട് പൊയ്ക്കോട്ടെന്നേ. എടേ, കോൺട്രാക്ടർ ഒരു സെക്യൂരിറ്റിനെയും കൂട്ടി രാത്രി തന്നെ സിമെന്റ് സൈറ്റിൽ എത്തിക്കണമെങ്കിലേ അതിലപ്പോ എന്തോ കള്ളത്തരമുണ്ട്. ചിലപ്പോ ലോഡിങ്ങാരെ പേടിച്ചിട്ടായിരിക്കും. 10 ചാക്ക് ഇറക്കുമ്പോൾ അതിൽ 2 ചാക്ക് കട്ട പിടിച്ചതാണെങ്കിലേ എത്ര രൂപ നഷ്ടാവും? പ്രകാശേട്ടാ, നിങ്ങൾ ഇവിടെ ലാഭിക്കുന്ന പൈസ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ആശുപത്രി കൊടുക്കേണ്ടി വരും. അന്ന് തുമ്മല് കൂടി ശ്വാസം മുട്ട് വന്നത് അറിയാലോ. ഇടേ, ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ല. എന്റെ കയ്യിൽ മാസ്ക് കരുതിയിട്ടുണ്ട്. പോരാത്തതിന് ഹെൽമെറ്റും ഉണ്ട്. അത് ഞാൻ തലേന്ന് എടുക്കാനും പോകുന്നില്ല. പിന്നെങ്ങനെയാടി പൊടി കയറാ? അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, സിമെന്റ് ഇറക്കാനുള്ള പണം ഇപ്പൊ എവിടുന്ന കിട്ടിയത്? പണത്തിന്റെ ഉറവിടത്തെ പറ്റി നിന്നെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പ്രകാശേട്ടന്റെ ഭാര്യ. ചെലവാക്കുന്ന പണത്തെക്കുറിച്ച് നമ്മൾ തമ്മിൽ അറിയണം. നാളെ ഒരു കാലത്ത് അതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായാ നമ്മള് രണ്ടുപേരും പറയുന്ന മറുപടിക്ക് യോജിപ്പുണ്ടാവണം. ഇത്തരം കുതന്ത്രങ്ങളെ ആരാ നിനക്ക് പറഞ്ഞു തന്നത്? ആരും പറഞ്ഞു തന്നതൊന്നുമല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്നതല്ലേ. ആണോ? എന്നാലേ എന്റെ അമ്മായിമ്മ, അതായതേ നിന്റെ തള്ള, ലോറി കണക്കിന് പണേ ഇറക്കി തന്നു സ്ത്രീധനമായിട്ട്. എച്ചിട്ട് പൊടി. ഇന്നെന്ത് കറി ഉണ്ടാക്കാൻ പോകുന്നേ? ആഹാ, ഇതാരീ ചോദിക്കുന്നേ? എന്റെ അമ്മായിയമ്മയോ? എന്ത് കറിയാന്ന് പറ. അല്ല, അമ്മായിയമ്മയ്ക്ക് എന്ത് കറിയാ വേണ്ടേ? പറഞ്ഞ ഞാൻ ഉണ്ടാക്കിത്തരാം. എന്താ അതുപോരെ? തമാശ കളിക്കാൻ സമയമില്ല. ഏത് കറിയാ വേണ്ടേന്ന് വെച്ചാ പറ. മലക്കറി അരിഞ്ഞു തരാനാ. ആഹാ, അങ്ങനെയാണെങ്കിൽ സാമ്പാറിനുള്ള പച്ചക്കറി അരിഞ്ഞു വെക്കേ. മോളെ എടുക്ക്. കത്തിയാ, കൈമുറിയും. നമ്മൾ രണ്ടും ഒരു ടീമല്ലേ? മോക്ക് വേണ്ടി അങ്കിൾ എരിയും.
ജോലികളൊന്നും ചെയ്തിട്ടില്ലാത്ത ആളല്ലേ? രണ്ടാളും എഴുന്നേറ്റ് പോയി മുൻവശത്ത് പോയിരുന്നു. ആഹാരമൊക്കെ റെഡിയായി കഴിയുമ്പോഴേ ഞാൻ വിളിക്കാം. ആ, എനിക്കും മോൾക്കും വേണ്ടി വീട് വിട്ടിറങ്ങിയത് ഇപ്പൊ അബദ്ധമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? അതെ, ഒരു ഫീലിംഗ് ഉണ്ട്, അഭിമാനം. അതേ വന്ദനെ, ഞാൻ താലി കെട്ടിക്കൊണ്ട് വന്ന എന്റെ ഭാര്യയുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാ മാറി താമസിച്ചത്. അതില് എനിക്കുള്ള ഫീലിംഗ് കുറ്റബോധമല്ല, അഭിമാനം. ജഗനങ്കളിന് വന്ദനമ്മേ വലിയ ഇഷ്ടമാ. ജഗനങ്ങളിന് ഈ ദിയക്കുട്ടിയെ ഇഷ്ടമാ. ദിയമോൾക്ക് രണ്ടുപേരെ ഇഷ്ടമാ. ജഗ, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് തോൽക്കാനാവരുത്, ഉം, ജീവിച്ച് കാണിക്കണം. അതേ വന്ദന, എന്റെ തോൽവി കാത്തിരിക്കുന്നവരുണ്ട് ആ വീട്ടില്. അതുകൊണ്ട് തന്നെ ഞാൻ തോക്കില്ല. അവരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയാ ഞാൻ മാത്രമായിരിക്കില്ല തോൽക്കുന്നത്, വന്ദനയും കൂടിയായിരിക്കും. ജഗ, ഇപ്പൊ കയ്യിലുള്ള ബുള്ളറ്റ് പണയം വെച്ച് വീടിന് അഡ്വാൻസും കൊടുത്തു, വീട്ടുപകരണങ്ങളും വാങ്ങി. ഇതിൽ തീരുന്നില്ല. ബാക്കിയിരിക്കുന്ന കാശും കൂടി തീരുമ്പോ മുന്നോട്ടുള്ള പോക്ക് ഒരു ചോദ്യചിഹ്നാവും. നമുക്ക് പട്ടിണി കിടക്കാം, പക്ഷെ കൂടെ ഒരു കുഞ്ഞുണ്ട്. അവളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച മോളാ ഇവള്. വന്ദനെ, ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ പട്ടിണിക്കിടുവോ? നീ മോള് എന്റെ മോള്. ജഗ, ഞാനൊരു ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കാം. മാനത്തെ കൊട്ട